പോയിന്റിൽ നിന്നും കണ്ടെത്തിയ അസ്ഥികൂടം മനുഷ്യന്റേത് തന്നെയെന്ന് സ്ഥിരീകരണം. പുരുഷന്റേതെന്നാണ് സൂചന. കൂടുതൽ പരിശോധനകൾക്കായി അസ്ഥികൂടം മാറ്റുകയാണ്. സരീഷ് പിക്കുണ്ട്. സരീഷ്, ഏറ്റവും പുതിയ വിവരങ്ങൾ. ഇപ്പോൾ മനുഷ്യൻ്റേതാണ് ലഭിച്ച അസ്ഥികൂടം എന്ന് ഉറപ്പാക്കിയിരിക്കുന്നു. അത് പുരുഷൻ്റേതാവാനാണ് സാധ്യത എന്നുള്ളതാണ് പറയുന്നത്. അവിടെ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അസിസ്റ്റന്റ് കമ്മീഷണർ റവന്യൂ സ്റ്റെല്ല വർഗീസിൻ്റെ നേതൃത്വത്തിലാണ് എൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെയുള്ളവ നടത്തുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാം. അവിടെ ഒരു ഭാഗത്ത് കൃത്യമായി റെക്കോർഡ് ഉൾപ്പെടെയുള്ളവ നടത്തുന്നു, മറുഭാഗത്ത് ആ ശരീരഭാഗങ്ങൾ അല്ലെങ്കിൽ അസ്ഥികൂട ഭാഗങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയും അത് പരിശോധിക്കുകയും ചെയ്യുകയാണ്. ഇന്നലെ അല്ലെങ്കിൽ ആദ്യ ഘട്ടത്തിൽ തിരച്ചിൽ തുടങ്ങിയ അന്നു മുതൽ തന്നെ ഫോറൻസിക് സംഘം എല്ലാ ഉപകരണങ്ങളുമായി അവർക്കൊപ്പം ഉണ്ടായിരുന്നു, അന്വേഷണ സംഘത്തിന് ഒപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അസ്ഥികൂടം ലഭിക്കുന്നതിനനുസരിച്ച് തന്നെ അത് കൃത്യമായി പരിശോധന നടത്തണം എന്നുള്ളൊരു നിർദ്ദേശം അത് DGP നൽകി. അതുകൊണ്ട് തന്നെയാണ് എല്ലാ സ്ഥലത്തും, അതായത് കാടിനകത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഫോറൻസിക് അംഗങ്ങൾ ഉൾപ്പെടെ എല്ലാ എക്യുപ്മെൻറ്റ്സ് ഉൾപ്പെടെ അകത്തേക്ക് പോയത്. സാധാരണഗതിയിൽ ഇത്തരം കേസുകളിൽ ഏതെങ്കിലും രീതിയിൽ അസ്ഥികൂടങ്ങൾ ലഭിച്ചാൽ അത് പിന്നീട് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുകയും അവിടെ പരിശോധന നടത്തുകയാണ് പതിവ്. പക്ഷേ പതിവിൽ നിന്ന് വിഭിന്നമായി ഈ ഫോറൻസിക് ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് മുഴുവൻ സമയവും അവർക്കൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആ അസ്ഥികൂടം പരിശോധിക്കുകയായിരുന്നു. അതിലാണ് ഇത് മനുഷ്യൻ്റേതാണ് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി അത് അറിയേണ്ടത് പുരുഷൻ്റേതാണോ എന്നുള്ളതാണ്, പുരുഷൻ്റേതാണോ സ്ത്രീയുടേതാണോ എന്നുള്ളതാണ്. പുരുഷൻ്റേതാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ കുഴി കുഴിച്ചപ്പോൾ അസ്ഥികൂടങ്ങൾ പല ഭാഗങ്ങളിലായി, അതായത് ഷാറ്റേഡായ നിലയിലാണ് കണ്ടെത്തിയത് എന്നുള്ളതായിരുന്നു നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് പല ഭാഗങ്ങളിലായി. അതുകൊണ്ട് തന്നെ മുഴുവൻ പരിശോധിക്കണം, മുഴുവൻ ഭാഗങ്ങളും പരിശോധിച്ചതിന് ശേഷം മാത്രമേ, കാരണം ഈ സാക്ഷി അന്വേഷണ സംഘത്തോട് പറഞ്ഞത് 7 മുതൽ 8 ശരീരങ്ങൾ വരെ താൻ ഇവിടെ കുഴിച്ചിട്ടുണ്ട്, ഈ സ്പോട്ടിൽ കുഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുഴുവൻ അസ്ഥികൂട ഭാഗങ്ങളും പുറത്തേക്കെടുത്ത് പരിശോധന നടത്തുക. അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിൽ ലഭിച്ചിരിക്കുന്നത് 2 മുതൽ 3 അടി വരെ കുഴിച്ചപ്പോഴാണ് ഈ ഭാഗങ്ങൾ ലഭിച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ആഴത്തിൽ കുഴിക്കേണ്ടതുണ്ട്, കാരണം പുഴയോട് ചേർന്നിട്ടുള്ള ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മണ്ണൊലിപ്പൽ ഉൾപ്പെടെയുള്ളവരുണ്ടാവാം, മണ്ണൊലിച്ചു പോയിട്ടുണ്ടാകാം. അതുകൊണ്ട് കൃത്യമായി 6 എന്ന പോയിന്റ് കേന്ദ്രീകരിച്ച് കൂടുതൽ സമയമെടുത്ത് എല്ലാ രീതിയിലുമുള്ള പരിശോധന പൂർത്തിയാക്കിയതിന് ശേഷം മാത്രം അടുത്ത പോയിന്റിലേക്ക് കടന്നാൽ മതി എന്നുള്ളതാണ് DGP നൽകിയിരിക്കുന്ന നിർദ്ദേശം. അത് കൃത്യമായി ഇവിടെ പാലിക്കപ്പെടുന്നുണ്ട്. ഒരു ഭാഗത്ത് അവിടെ നിന്നും ലഭിച്ച അസ്ഥികൂടങ്ങൾ അത് ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തുമ്പോൾ, മറുഭാഗത്ത് മറ്റൊരു സ്ഥലത്ത് JCB ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള മണ്ണ് നീക്കൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അവിടെ രണ്ടും ഒരേ സമയം നടക്കുന്നുണ്ട്. അവർ പറയുന്നത് മുഴുവൻ അസ്ഥികൂട ഭാഗങ്ങളും പുറത്തേക്കെടുത്ത് ഫോറൻസിക് വിഭാഗത്തിന് കൈമാറിക്കഴിഞ്ഞു. അത് സ്റ്റെല്ല വർഗീസിൻ്റെ നേതൃത്വത്തിൽ മറ്റ് മഹസർ നടപടികൾ ഉൾപ്പെടെ നടത്തുകയാണ്. അതേസമയം തന്നെ ആഴത്തിലുള്ള പരിശോധന, അതോടൊപ്പം തന്നെ സോയിൽ ടെസ്റ്റ് ഉൾപ്പെടെ നടത്തണം. കാരണം ഇത് ഈ ശരീരഭാഗം അല്ലെങ്കിൽ അവിടെ തന്നെ ജീർണിച്ചിട്ടുള്ളതാണോ, ശരീരഭാഗം ജീർണിച്ചു കഴിഞ്ഞാൽ മണ്ണിന് ഘടനയിൽ മാറ്റം സംഭവിക്കാം. അപ്പോൾ സ്വാഭാവികമായും സോയിൽ ഉൾപ്പെടെയുള്ളവ പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ സോയിൽ ഉൾപ്പെടെയുള്ളവ ശേഖരിക്കുന്നുണ്ട്. അതിനുശേഷം കൂടുതൽ ആഴത്തിലേക്ക് കുഴിയെടുക്കുക എന്നുള്ളതാണ്. കാരണം അന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ അദ്ദേഹം അല്ലെങ്കിൽ സാക്ഷി പറഞ്ഞിരുന്നത് 6 മുതൽ 13 വരെയുള്ള ഭാഗങ്ങളിൽ കൂടുതൽ മൃതദേഹങ്ങളുണ്ട്. പ്രത്യേകിച്ച് 13 എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങളുള്ള സ്ഥലമാണ്. പക്ഷേ ഈ പുഴയോട് ചേർന്നിട്ടുള്ള സ്ഥലമാണെങ്കിൽ പോലും അവിടെ ആരും കാണാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ മൃതദേഹങ്ങൾ അവിടെ സംസ്കരിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. സ്വാഭാവികമായും ഇനി ആഴത്തിലുള്ള പരിശോധന നടത്തണം. അതോടൊപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ, മുതിർന്ന അന്വേഷണ ഉദ്യോഗസ്ഥരായ DIG അനുച്ഛേദും അതോടൊപ്പം തന്നെ DGP പ്രണബ് മൊഹന്തി ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ട് എത്തിയ ഒരു സ്ഥിരീകരണത്തിലേക്ക് പോവേണ്ടതുണ്ട്. കാരണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്ന പോയിന്റ് നമ്പർ 6-ൽ ഇനിയും കൂടുതൽ ആഴത്തിലുള്ള പരിശോധനകൾ അവിടെ നടക്കും. മാത്രമല്ല, ഇപ്പോൾ സരീഷ് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ അവിടെ ഷാറ്റേഡായിട്ട് കിടക്കുന്ന ഈ അസ്ഥികൂടങ്ങളെല്ലാം തന്നെ വീണ്ടും പരിശോധനകൾക്കൊക്കെ വിധേയമാക്കേണ്ടിയും വരും. ശരി സരീഷ്, ഞാൻ സരീഷിലേക്ക് മടങ്ങിയെത്താം. പുതിയ അപ്ഡേറ്റുകൾ വരുന്ന മുറയ്ക്ക് രാജ്യം തന്നെ ചർച്ച ചെയ്ത, രാജ്യം തന്നെ ഏറെ ആശങ്കയോടുകൂടിയും ഒക്കെ കേട്ടൊരു വാർത്തയായിരുന്നു ധർമ്മസ്ഥലയിലെ ഈ കൂട്ടക്കുഴിമാട കേസ്. ഇപ്പോൾ 6-ാം പോയിന്റിൽ നിന്നും കണ്ടെത്തിയ അസ്ഥികൂടം അത് മനുഷ്യൻ്റേതാണെന്ന സ്ഥിരീകരണം കൂടി വന്നിരിക്കുന്നു. അതും ഒരു പുരുഷന്റെ അസ്ഥികൂടത്തിന്റെ ഭാഗമാണ് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുന്നു. PK സരീഷാണ് വിവരങ്ങൾ നൽകിയത്.